ആകാശവാണി കാർഷിക സർവകലാശാല വാർത്തകൾ. ആർത്താറ്റ് കൃഷിഭവനിൽ നല്ല ഇനം കുരുമുളക് വള്ളികൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ടെന്ന് കൃഷിഭവൻ ഓഫീസർ അറിയിച്ചു. ആവശ്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. സ്വന്തമായി കോഴിക്കൂടുള്ള കർഷകർക്ക് നല്ല ഇനം കോഴിക്കുഞ്ഞുങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നതിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ള ഗുണഭോക്താക്കൾ റേഷൻ കാർഡ് സഹിതം 10-നും 2-നും ഇടയ്ക്ക് അതാത് ബ്ലോക്ക് ഓഫീസുമായി ബന്ധപ്പെടുവാൻ ജില്ലാ കൃഷി ഓഫീസർ അറിയിച്ചു. 2 ഏക്കറിൽ കുറയാതെ കൃഷിയിടമുള്ള കർഷകർക്ക് സൗജന്യമായി വാഴവിത്ത് വിതരണത്തിന് തയ്യാറായിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. കാർഷിക സർവകലാശാല വാർത്തകൾ കഴിഞ്ഞു. സ്വയംവരം ചേട്ടോ ഒന്നല്ലേ കൊള്ള ഇത് എങ്ങോട്ടാണിത്? അതെ 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 ഞാനേ കൃഷി ഓഫീസ് വരുന്നു പോവാൻ. നിങ്ങളെ കാണാതിരിക്കാൻ. അതെ, നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ആനടവേ അല്ല, നിങ്ങളുടെ വാഴ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. എടാവേ, സംഗതി വേറൊന്നുമല്ല. എന്റെ വീട്ടില് വാഴയിൽ 2 കൊല. ഒരു വാഴ? ഒരു വാഴ തന്നെ 2 കൊല. അപ്പൊ ഇത് വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞ ടി വിക്കാരും പത്രക്കാരും ഒക്കെ വന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു. അപ്പൊ ഈ നേരിട്ട് കാണാൻ വേണ്ടി ആളുകളെ ഈ വാഴ കാണാൻ വന്ന് ബാക്കി വാഴയെല്ലാം കൂടെ ചവിട്ടി തേച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതിരിക്കും. ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഇപ്പൊ ഞാൻ കൃഷി ഓഫീസ് വരെ. അപ്പൊ മുന്തിയ വാഴത്തെ ഇവിടെ കിട്ടുമെന്ന് കേട്ടോ. അപ്പൊ ഈ ബാക്കി സ്ഥലത്ത് അത് വെച്ചു. ആര് പറഞ്ഞു? റേഡിയോയിലുണ്ടായിരുന്നു. റേഡിയോ ഇല്ല? റേഡിയോ വല്ലപ്പോഴൊക്കെ കേൾക്കണം. ബാബു പോക്കോ. എങ്ങോട്ട് പോണെന്നാ പറഞ്ഞത്? ഞാൻ കൃഷി ഓഫീസ് വരെ. ഞാനും വരുന്നു. അതെ ബാബു, നല്ല മുന്തിയനം കള്ള് ഷാപ്പിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സോമൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൃഷി ഓഫീസ് പിന്നെ വരാം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പച്ചക്കറി കൃഷിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തരാവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കാവശ്യമായ കൃഷി നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുക്കളത്തോട്ടത്തിന്റെ ആവശ്യകത ദിനം പ്രതി കൂടി വരികയാണ്. മേഡം വീട്ടിൽ പച്ചക്കറി തോട്ടം നടത്തണുണ്ടോ? ഉണ്ടോന്നോ? നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വന്ന് നോക്കണം. വീട്ടുവളപ്പിലും പിന്നെ ബാൽക്കണിയിലും ടെറസിലും ഒക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടുമോ മേഡം? പിന്നല്ലാതെ. നമ്മളിങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ പാവയ്ക്ക, പടവലങ്ങ, വെണ്ടയ്ക്ക ഇവരൊക്കെ നമ്മളെ നോക്കി ചിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചും ഒന്ന് ചിരിക്കണം. പിന്നെ അവരെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ തലയാട്ടി 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 നിൽക്കണത് കാണാം. അത് വല്ല കാറ്റടിച്ചിട്ടായിരിക്കും. രാസവളം ചേർക്കാത്ത, വിഷാംശം ഒട്ടുമില്ലാത്ത നല്ല ഒന്നാന്തരം പച്ചക്കറികൾ. എന്താ ഒരു ടേസ്റ്റ്! കഴിക്കുമ്പോൾ മനസ്സങ്ങട് നിറയും. വയറല്ലേ നിറയുള്ളൂ. ഇതിനാവശ്യമായ വളം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എന്തിന്? ഗോമൂത്രം വരെ നല്ലൊരു വള. വീട്ടിലുണ്ടോ? മൂത്രമുണ്ട്, പശുവില്ല. എന്താ ഇവിടെ സംസാരം? അല്ല, പശുവില്ലാന്ന് പറയായിരുന്നു. അതിന് ഗോമൂത്രം തന്നെ വേണമെന്നില്ല. ചാരം, പച്ചക്കറിയുടെ വേസ്റ്റ്, മറ്റു വേസ്റ്റുകൾ, കമ്പോസ്റ്റ് ഇതൊക്കെ വളാണ്. എത്ര നാളെന്ന് വെച്ചാൽ തമിഴിന്റെ പച്ചക്കറി വണ്ടി കാത്ത് നമ്മൾ നിൽക്കുക? അതിന്റെ വല്ല ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ, താൻ ഇത് വല്ലതും കേൾക്കുണ്ടോ? തമിഴിന്റെ വണ്ടിയും കാത്ത് നമ്മൾ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ട് മേഡം. എന്റെ മോള് തമിഴ്നാട്ടിലാ പഠിക്കുന്നത്. തമിഴിന്റെ ബസ് വരെ ഞാൻ കാത്തു നിൽക്കും. ഈ മലയാളികൾ ഒരിക്കലും പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തരാകാൻ പോകുന്നില്ല. മാഡം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ വിത്തുകളൊന്നും മുളച്ചില്ല. താനത് നട്ടോ? ഇല്ല. വീട്ടിൽ കൊണ്ടുവച്ചാലേ അത് തന്നെ മുളച്ച് വളർന്ന് ഞാനിതാ പാകമായിരിക്കുന്നു, എന്നെ പറിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് വരുമൊന്നുമില്ല. അധ്വാനിക്കണം, എന്നാലേ ഫലമുണ്ടാവൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 2 ഏക്കർ കൃഷിയിടത്തിൽ നന്നായി വിളവെടുപ്പ് നടത്തിയ ആരുണ്ട് ഈ കൂട്ടത്തില്? ഞാനുണ്ട്. എന്നിട്ട് താനെന്താ പുറത്ത് നിൽക്കണേ? വരൂ, വന്ന് മുമ്പിൽ തന്നെ ഇരിക്കൂ. കണ്ടോ, ഇയാളെ കണ്ടു വേണം കേരളം പഠിക്കാൻ. അതിരിക്കട്ടെ, തന്റെ കൃഷി ഏതാ? കഞ്ചാവ്. ഇറങ്ങി പോടോ ഇവിടുന്ന്. എല്ലാരും വേഗം പച്ചക്കറി വിത്തൊക്കെ വാങ്ങിച്ചിട്ട് വേഗം പോയിക്കോളൂ. ഹലോ, എന്താ? എഴുതിയെടുക്ക്. പാവയ്ക്ക 1 കിലോ, വെണ്ടയ്ക്ക 1 കിലോ,
തക്കാളി 1/2 കിലോ മതി. പിന്നെ മുരിങ്ങയ്ക്ക അത് 1 കെട്ട് 10 രൂപയുടെ വാങ്ങിച്ചാൽ മതിയേ. പിന്നെ കരുവേപ്പില വേണം, അത് മറക്കരുത്. കരുവേപ്പില 1 കിലോ ഒന്നും വേണ്ട. ഓ, അത് കടയിൽ പറഞ്ഞാൽ മതി, അവർ ആവശ്യത്തിന് തന്നോളും. മാഡം ഒരു സംശയമുണ്ടേ. ഉം. ഈ മത്തയുടെ വിത്തും കുമ്പളത്തിന്റെ വിത്തും അടുത്തടുത്ത് കുത്തിയാ വല്ല കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല. എന്തേ? മത്ത കുത്തിയാ കുമ്പളം മുളക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. താൻ ചെല്ല്. അതെ, ആ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ സംഗതി നോക്കുന്നത് അതെ നിങ്ങളാണ്. അതെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. അപ്പൊ സാറാണല്ലേ ഇവിടുത്തെ സാറ്? അയ്യോ ഞാൻ ഇവിടുത്തെ സാറല്ല, എന്റെ വീട്ടിലെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അതായിരുന്നോ? അപ്പൊ ഇവിടുത്തെ സാറ് ഇവിടുത്തെ സാറുമാരൊക്കെ അകത്താ. എന്നാ കേസിന്? അയ്യോ കേസിനല്ലേ ചേട്ടാ, അവരൊക്കെ അകത്ത് അവരുടേതായ ജോലിയിലാണ്. അങ്ങാടി ചെന്നു. എങ്ങനെയെന്നാ ശരി. അതെ, ഓ. എന്നായിരുന്നു കൃഷി എന്ന് പറഞ്ഞേ? കൃഷി കടച്ചക്കയുടെ അതിന്റെ തൈ വാങ്ങാൻ വന്നതാണ്. നല്ല കടം കയറാൻ നല്ല കേട്ടാ. ചെല്ലി ചെല്ലി വേഗം കിട്ടും ചെല്ലട്ടാ. ഓ അതെ, ഈ സംഗതി ഏത് സംഗതി? അതല്ല ഏതല്ല? സാറേ, അതായത് ഏതായത്? അല്ല സാറേ, ഈ വാഴവിത്തിന്റെ കടലാസില്ലേ? വാഴത്ത് കെട്ടാൻ എന്തിനാണോ കടലാസ്? വീട്ടിൽ നിന്ന് വല്ല ചാക്കോ എന്തെങ്കിലും കൊണ്ടുപോവാ. അതിന് സാറേ ഈ കടലാസും പേപ്പറും ഒക്കെ. താനെന്താ ആക്രി കച്ചവടക്കാരനാ കടലാസും പേപ്പറും അന്വേഷിച്ച് നടക്കാൻ? ഒന്നുമില്ല ഇവിടെ. പോയേ പോയേ. സാറേ അതല്ലെന്ന്, ഞാനൊരു 200 വാഴവിത്ത് ഇവിടെ അപേക്ഷിക്കാനായിട്ട്. അപ്പൊ അതിനൊരു കടലാസ് ഇല്ലയോ? അതെ. അത് ശരി, വാഴവിത്തിനുള്ള അപ്ലിക്കേഷൻ ഫോം. അതെ, അപേക്ഷാപൂർവം. കിട്ടി സാറേ. അതിനേ അകത്ത സത്യശീലൻ സാർ ഇരിപ്പുണ്ട്. ആളുടെ അടുത്ത് പോയി അന്വേഷിച്ചാൽ കിട്ടും. ഈ സത്യശീലിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സംഗതി കിട്ടുമോ? സംഗതി കിട്ടില്ല, അതിനുള്ള ഫോം കിട്ടും. കിട്ടൂലേ? സത്യശീലൻ സാറേ, ഇനിയിപ്പോ വലിപ്പം തുടങ്ങും. സാറേ ഈ വേണമെങ്കിൽ ചക്കയുടെ തൈ ഒന്ന് കിട്ടുമോ? എന്തിനാ? അതാവുമ്പോ വേരും വേരും കായ്ക്കുമല്ലോ. സാറേ അതെ സാറേ അതെ സാർ ചായ. താങ്ക് യു. സാറ് ഉറങ്ങായിരുന്നല്ലേ? ആര് പറഞ്ഞു? ഞാൻ ആലോചിക്കുകയായിരുന്നു പുതിയ കൃഷി രീതികളെ പറ്റി, കാർഷിക നയങ്ങളെ പറ്റി, പുതിയ വിളകളെ പറ്റിയൊക്കെ ആലോചിക്കുകയായിരുന്നു. താനാരാ? ഞാന് സ്വയംവരൻ, പി സ്വയംവരൻ, പാപ്പച്ചൻ സ്വയംവരൻ. തനിക്ക് എന്ത് വേണം? എനിക്ക് ഈ വാഴവിത്തിനുള്ള അപേക്ഷാപൂർവ്വേ കിട്ടിയിരുന്നെങ്കിൽ. എന്തിനാ അത്? വാഴവിത്ത് തന്നെ അതിനെ അത് കൃഷി ചെയ്യാൻ. താനാരാ? കൃഷി ചെയ്യണമെങ്കിൽ സാറേ ഞാൻ കർഷകൻ, കൃഷിക്കാരൻ. കൃഷിക്കാരൻ? താൻ കൃഷിക്കാരനാണെന്നുള്ളതിന് എന്താ തെളിവ്? തെളിവെന്ന് പറഞ്ഞാൽ ഞാൻ കൃഷി ചെയ്യുന്നു, അതിനിപ്പോ ഞാൻ തന്നെയല്ലേ പറയുന്ന സാറിനോട് ഞാൻ കൃഷിക്കാരനാന്ന്. താൻ കൃഷിക്കാരനാണെന്ന് പറയുന്നത് ശരി, പക്ഷേ കൃഷിക്കാരനാണെന്ന് ഞങ്ങൾക്ക് തെളിവില്ലല്ലോ. ഞങ്ങൾക്ക് തെളിവ് വേണം, തെളിവ് കണ്ട് ബോധ്യപ്പെടണം. തെളിവെന്ന് പറഞ്ഞ സംഗതി ഇപ്പം സാറൊരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിലോട്ട് നോക്കിയിട്ട് ഈ തഴമ്പ് കണ്ടോ? ഇത് തൂമ്പ പിടിച്ച തഴമ്പ. ചേനയും വാഴയും റബ്ബറും ഒക്കെ ഈ കൈ കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കൃഷിക്കാരനാണ്. ഒരു കാര്യം ചെയ്യും, തനിക്ക് റേഷൻ കാർഡുണ്ടോ? ഉണ്ടെങ്കിൽ റേഷൻ കാർഡുമായിട്ട് വരിക. റേഷൻ കാർഡിലുണ്ടാവും തൻ്റെ തൊഴിൽ എന്താണെന്ന്. സംഗതി ശരിയാണല്ലോ. അപ്പോൾ സാറൊരു കാര്യം ചെയ്യും, ഈ അപേക്ഷാപൂർവ്വം തരികയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി എല്ലാം കൂടെ പൂരിപ്പിച്ചിട്ട് ഈ റേഷൻ കാർഡിൻ്റെ കോപ്പിയായിട്ട് വരാം. അത് മതിയല്ലോ? മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, റേഷൻ കാർഡിൻ്റെ അപേക്ഷാപൂർവ്വം ഇതിലെന്തെങ്കിലും ഒരു സംഭാവന ഇട്ടേച്ച് വെക്കൂ. ഇതന്നെ ഇത് സംഗതി. ഇത് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു പെട്ടിയാണ്. അതിനകത്ത് എന്തെങ്കിലും സംഭാവന ഇടുക. പാവങ്ങളെ സഹായിക്കാൻ സന്തോഷമേ ഉള്ളൂ സാറേ. എനിക്കൊരു വീക്ക്നെസ് ഈ പാവങ്ങളെ സഹായിക്കാന്നുള്ളതേ. ഇതെന്താ ഇത്? ഈ പാവങ്ങളെ സഹായിച്ചാ 1 രൂപയോ? ഒരു 10 200 ഇടറോ? 200? പിന്നെ 200 രൂപ എന്തിനാ? 200 രൂപ എന്നാൽ എന്താ കുഴപ്പം? ഇന്ത്യയിൽ ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. ആ പാവങ്ങളെ ഒന്നും മറന്ന് ജീവിക്കുന്നവൻ ഇന്ത്യക്കാരനല്ലടോ. 200 രൂപ തന്നേക്കാം. 200 രൂപ ഇട്ടിട്ടുണ്ട് പാവങ്ങളെ സഹായിക്കാനായിട്ട്. അപേക്ഷാപൂർവ്വം വരികയാണെങ്കിൽ പോയേക്കായിരുന്നു. ശരി സാറേ. ചങ്ങി
ഇന്ത്യയിലെ എത്ര കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടെന്ന് സാറിന് അറിയാവോ? എനിക്കറിയില്ല, ചേട്ടൻ അറിയോ? സംശയം തീർക്കാവുന്നതാ. വിളിച്ചായിരുന്നോ? I cried a tear, you wiped it dry. I was confused, you cleared my mind. I sold my soul, you bought it back for me. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടായിട്ടും എൻ്റെ തോട്ടത്തിലെ വാഴകൾ മാത്രം എന്താണാവോ ഇങ്ങനെ കൂമ്പടഞ്ഞു പോകുന്നത്? അത് മണ്ട വെട്ടി എരുമച്ചാണകം തളിച്ചാ മതി. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും. ചീര നനയ്ക്കാനുള്ള വെള്ളം താനങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്തായി പമ്പ് സെറ്റിന്റെ കാര്യം? അത് കൊടുത്തല്ലോ. ആർക്ക് കൊടുത്തു? അത് മൊയ്ത് കൊണ്ടുപോയി, ഒന്ന് ശീതളം കൊണ്ടുപോയി, പിന്നെ ഒന്ന് ഞാൻ മാഡത്തിൻ്റെ അമ്മാവന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരെണ്ണേ ഉള്ളൂ, അത് ഞാൻ കൊണ്ടുപോകും. തനിക്ക് എന്തിനാ പമ്പ് സെറ്റ്? തനിക്ക് കൃഷിയൊന്നും ഇല്ലല്ലോ. എനിക്ക് വണ്ടി കഴുകിക്കൂടെ, പിന്നെ കുളിക്കാൻ വെള്ളടിച്ചൂടെ? അതെ, മനസ്സ് വിഷമിച്ച ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ തള്ളിക്കളയരുത്. മൂത്തവർ ചൊല്ലും മുതി നെല്ലിക്കയും ആദ്യം കഴിക്കും, പിന്നെയും കഴിക്കും. പണിയെടുക്കൂല, ഇങ്ങനെ നടക്കും ശമ്പളം വാങ്ങിക്കാനായിട്ട്. നമസ്കാരം സാർ. ഞാൻ കയ്യാല പദ്ധതിയുടെ ഫണ്ട് വാങ്ങിക്കാൻ വന്നതാ. അപ്പോ ഏതാണ്ടോ കഴിച്ച് ഉഗ്രൻ ചാരായവാ. അതറിയാൻ എനിക്ക് മണം തന്നെ ധാരാളാ. അല്ല, അനക്കിപ്പോ എന്തിനാ കയ്യാല? അല്ല, എന്റെ വീടിരിക്കുന്നത് ഒരു ചരിഞ്ഞ പ്രദേശത്താണ്. മണ്ണൊഴുകി പോകുന്നുണ്ട്. മണ്ണ് ഒഴുകി പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അന്റെ പറമ്പിലേക്ക് എങ്ങനെയാ മണ്ണെത്തിയത്? അത് മണ്ണ് ഒലിച്ചു വന്നതാ. ഒഴുകി വന്നല്ലേ? അപ്പൊ ഈ മണ്ണ് തടഞ്ഞു നിർത്തിയാല് താഴത്തുള്ള കർഷകർക്ക് മണ്ണ് കിട്ടുവോ? കിട്ടൂലേ? കിട്ടൂലെന്ന് കിട്ടൂല. കയ്യാല വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ കൃഷി ഇറക്കും, കൃഷി വിളയും. ഈ വിളവ് തിന്നാൻ കീടങ്ങൾ വരും, അതായത് എലിയും പെരിച്ചായും വരും. ഈ എലിയും പെരിച്ചായിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഈ ബസം വെക്കൂലേ? അത് വയ്ക്കും. ഈ ബസോ നമ്മൾ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന പശുവും കോയും തിന്നുവോ? തിന്നുവോന്നോ? അതുമല്ല, കൃഷി ലാഭാക്കാനും വിളവെടുപ്പ് കൂട്ടാനും വേണ്ടിയിട്ട് ഈ രാസവളം ചേർക്കൂലേ മണ്ണില്? പിന്നെ ചേർക്കൂലേ? രാസവളം മണ്ണിൽ ചേർക്കുന്നത് തെറ്റല്ലടോ. എടോ, ഈ മണ്ണെന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിനെ നമ്മളെ നശിപ്പിക്കാൻ തോന്നിയാ ഭൂമി നമ്മളെ നശിപ്പിക്കും. എടോ, നമ്മളൊക്കെ ജന്മസ്ഥലല്ലേ ഈ ഭൂമി, മണ്ണ്. ഈ ജന്മസ്ഥലത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കിയാ എന്ത് ദുരവസ്ഥയാടോ അത്. ഇതൊക്കെ എന്തിനാണ്ടോ ഭൂമിയിൽ മനുഷ്യനാന്ന് പിന്നെ പറഞ്ഞ് ജീവിക്കുന്നത്? സോറി സാർ, ഇനി ഞാൻ കയ്യാല വയ്ക്കുന്നില്ല. ഉള്ള കയ്യാല അങ്ങ് പൊളിച്ചേക്കാം. ഓക്കെ അല്ലേ സാർ? ശരി. അപ്പൊ ഞാൻ അങ്ങോട്ട്. സോറി സാർ. ചേട്ടൻ കയ്യാല വച്ചിട്ടുണ്ടോ? ഉണ്ട് ബാബു. എന്നാൽ അത് പൊളിച്ച് കളയണം. കയ്യാല വയ്ക്കുന്നവൻ ഭൂമിയെ നശിപ്പിക്കുന്നവനാണ്, വൃത്തികെട്ടവൻ. കയ്യാല വയ്ക്കാൻ നടക്കുന്നു. ഇനി ഏതൊരു യാവം കയ്യാല വയ്ക്കുന്നോ അതൊക്കെ ഞാൻ പൊളിച്ചു കളയും, എല്ലാം പൊളിച്ചു കളയും. ബാബു, സംഗതി എന്നായിരുന്നു കയ്യാല? ചായ സാറേ ആലോചിക്കായിരിക്കല്ലേ സംഗതി? അതെ, ആലോചിക്കായിരുന്നു. എവിടെ ചായ? ചായ ഇല്ല, നല്ല പൂരിപ്പിച്ച ഫോമുണ്ട് സാറേ. നല്ല പൂരിപ്പിച്ച ഫോം താ തന്നെ നിന്നോ, എനിക്ക് ചായ വേണം. സാറേ ചായ ഇല്ല സാറേ, ഇത് എങ്ങനെയല്ലോ ഒന്ന് ശരിയാണോ നോക്കിയ സംഗതിയല്ല. താൻ എവിടെയാ കൃഷി ചെയ്യുന്നത്? മണ്ണില്. ആകാശത്ത് കൃഷിയില്ലാന്ന് എനിക്കറിയാം. ആരുടെ മണ്ണിൽ? എന്റെ മണ്ണിൽ, എന്റെ സ്വന്തം സ്ഥലത്താ കൃഷി ചെയ്യുന്നത്. എന്നാര് പറഞ്ഞു? സംഗതി ഇപ്പം ഞാൻ എവിടെയാണല്ലോ കൃഷി ചെയ്യുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു. അല്ല, തന്റെ കൃഷിസ്ഥലം തന്റെ ആണെന്നുള്ളതിന് എന്താ തെളിവ്? സാറേ അതിപ്പം ഞാൻ എവിടെയാ കൃഷി ചെയ്യുന്ന വർഷങ്ങളായിട്ട്, അപ്പൊ അത് എന്റെയാണ് ആ സ്ഥലം. അല്ല, അതുകൊണ്ട് കാര്യമില്ല. സാറിന് കാര്യം ചെയ്യും, പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ സംഗതി ആ വാഴ വിത്തിങ്ങ. തന്റെ സ്ഥലം തന്റേതാണെന്നതിന് തെളിവ് വേണം ഞങ്ങൾക്ക്, രേഖ വേണം. താൻ കരമടച്ച രസീതുണ്ടോ? കരമടച്ച രസീത് വീട്ടിലുണ്ട്. കരമടച്ച രസീത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. അത് എടുത്തോണ്ട് വരണം. എന്നിട്ട് മൊയ്തു സാറിനെ പോയി കാണണം, എന്നാലേ വാഴവിത്ത് കിട്ടൂ. അപ്പൊ അത് കിട്ടിയാലേ നടക്കത്തുള്ളൂ. അത്രേ നടക്കത്തുള്ളൂ. അപ്പൊ ഞാനൊന്ന് കരമടച്ച രസീതും കൊണ്ടുവരാം. അപ്പൊ ഒരു കാര്യം ചെയ്യേ, ഇതിലെന്തെങ്കിലും സംഭാവന ഇട്ടേച്ച് പോക്കോ. സാറേ അതെ, ഞാൻ നമ്മുടെ ഒരു വാഴവിത്തിന് വേണ്ടി അപേക്ഷയ്ക്ക് വന്നിരുന്നു. അപ്പൊ അത് പൂരിപ്പിച്ച അപേക്ഷാ പോരോ. ആ സാർ ഇത് എളുപ്പമൊന്ന് ശരിയാക്കി തന്ന സംഗതി ഞാൻ വാഴവിത്തും കൊണ്ട് പൊക്കോളായിരുന്നു.
അല്ല നിങ്ങൾ ഇതിനു മുമ്പ് വാഴക്കൃഷി നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് ഞമ്മക്ക് ഇവിടെ കൊല്ലൊന്നും കിട്ടിയില്ലല്ലോ. സാറേ ഞാൻ ആദ്യമായിട്ടായിരുന്നു വാഴകൃഷി നടത്തിയത്. അപ്പൊ ആ വാഴകൃഷി നടത്തിയതില് ഒരു വാഴന്ന് 2 കൊല. അത് പത്രത്തിൽ വന്ന നാട്ടുകാരെല്ലാം കൂടി കൊല കാണാൻ കയറി ഇറങ്ങിയും ബാക്കി വാഴയൊക്കെ നശിച്ചു പോയിന്നേ. ഈ നാട്ടുകാർ കണ്ടുകൊണ്ട് ആ കൊല 2ഉം കരിഞ്ഞും പോവുകയും ചെയ്തു. അതൊക്കെ ഇരിക്കട്ടെ, സാറൊരു വാഴകൃഷിക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. സംഗതി ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വാഴ ഇങ്ങനെ ചെറിയ അടുപ്പിച്ചടുപ്പിച്ച് നട്ടിരിക്കുന്ന കണ്ടു. അത് പുതിയ വിദ്യയാണ് സാറേ. എടോ അത് വാഴകൃഷിയൊന്നല്ല, അത് ആരും കൊണ്ടാവാണ്ട കിടന്ന കുറെ വായവത്തുണ്ടേനി, അത് ഒരുമിച്ച് മുളച്ചതാ. പിന്നെ പേപ്പറൊക്കെ ശരിയാ, പക്ഷേങ്കിൽ അനക്ക് വായത്ത് തരണമെങ്കിൽ അന്റെ മണ്ണിൽ വായ വളരുമോ എന്ന് ഞമ്മക്കൊന്ന് അറിയണമല്ലോ. അതിന് അന്റെ പറമ്പിലെ മണ്ണ് പരിശോധിക്കണം. അപ്പൊ പോയിട്ട് മണ്ണിന്റെ സാമ്പിൾ ആയിട്ട് വരണം. അത് പരിശോധിക്കാണ്ട് യാതൊരു കാര്യവും നടക്കൂല. അത് ഇജ്ജ് തീരുമാനിച്ചാ പോരല്ലോ. അന്റെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ടോ? അറിയത്തില്ല. നൈട്രേറ്റ് ഉണ്ടോ? ചാരഗുണമുള്ള മണ്ണാണോ? അസിഡിറ്റി ഉണ്ടോ? വായുസഞ്ചാരമുള്ള മണ്ണാണോ അല്ലയോ? ഇനി മണ്ണിരുണ്ടെങ്കിൽ മണ്ണിന്റെ ആരോഗ്യം എത്ര, ഇതൊക്കെ അറിയണോ? മണ്ണ് പരിശോധിക്കാണ്ട് ഒരു കാര്യവും നടക്കൂല. അപ്പൊ പെരെ പോയിട്ട് പറമ്പിന്ന് കുറച്ച് മണ്ണെടുത്ത് സാമ്പിൾ എടുത്ത് കൊണ്ടുവന്നിട്ട് വത്സല മാഡത്തിന് കൊടുക്ക്. അല്ല സാറേ, ഈ സംഗതിയൊക്കെ പരിശോധിച്ച് വരുമ്പോഴത്തേക്കും മാടാനുള്ള സമയം കഴിയത്തില്ലയോ? അതൊക്കെ കഴിയും. ഈ മണ്ണെടുത്ത് അത് സാമ്പിൾ ലാബിലേക്ക് അയച്ചു കൊടുത്ത് വരുമ്പോ താമസം ഉണ്ടാവും. പക്ഷേ ഈ മനസ്സ് വെക്കുകയാണെങ്കിലൊക്കെ കാര്യങ്ങൾ നേരത്തെ നടക്കും. ഞാനേ മണ്ണ് മണത്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുന്ന ആളാ. അറിയോ എനിക്ക്? ഞാൻ സഹകരിക്കണമായിരിക്കും. ഇത് കണ്ടോ, ഈ പെട്ടി കണ്ട? ഇന്ത്യയില് പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമാഹരിക്കുന്ന ഇതല്ലേ കാര്യങ്ങളൊക്കെ അറിയാ അല്ലേ? അപ്പൊ ഇനി പോയിട്ടേ ടെസ്റ്റ് ചെയ്യാനുള്ള മണ്ണും കൊണ്ടുപോവാ. ഞമ്മക്ക് മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കുക ഞമ്മള്. 500 രൂപ കിട്ടിയല്ലോ, അതിന്റെ കൊതിയാ. എന്നാ മണ്ണ് എങ്ങനെയെങ്കിലും പരിശോധിച്ച് മണ്ണിന്റെ പ്രശ്നം ഒന്ന് തീർത്തു തരണം. മണ്ണല്ലെങ്കിലും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു തരി മണ്ണിന് വേണ്ടിയാണല്ലോ ജോസ് തന്റെ ഭാര്യ കുത്തിക്കൊന്നത്. ജോസോ? അതിപ്പോ സംഗതി ഏത് ജോസാ? തെക്കേലെ ജോസാണോ? കീരിക്കാടൻ ജോസ്. മനുഷ്യനെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല. അതെ, ഈ മണ്ണ് എങ്ങനെയും പെട്ടെന്ന് പരിശോധിച്ചിട്ട് ഇതിന്റെ ഒരു ഫലം പറയുകയാണെങ്കിൽ തിരക്കേടില്ലായിരുന്നു. ഇത് ഞാൻ രുചിച്ച് നോക്കിയിട്ടല്ല ഫലം പറയണത്. ടെസ്റ്റിന് അയക്കണം ലാബിലേക്ക്. എന്നാ പിന്നെ പെട്ടെന്ന് അയക്കാവോ അങ്ങോട്ടെ? പെട്ടെന്ന് അയക്കാം. ഇന്ത്യയിലെ ഒരു ദിവസം ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ടല്ലോ. എനിക്കറിയാം പട്ടിണി കിടക്കുമെന്ന്. ഈ പട്ടിണി കിടക്കുന്നവരെല്ലാം എൻ്റെ അടുത്ത് തന്നെയാണല്ലോ വരുന്നത്. അപ്പൊ ഇത് ഞാൻ എന്തായാലും വേഗം തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയാം. ശരി, എന്നാൽ വായിച്ചോ. ഈ കണ്ണുകൾ നിറയുന്നത് എനിക്ക് സഹിക്കില്ല. എങ്ങനെ നിറയാതിരിക്കും? ശരിക്കും വേണ്ടത് ഒരു ഡൈവോഴ്സാ. അതിനും സമ്മതിക്കില്ല എന്ന് വെച്ചാ അതിന് നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നമ്മളല്ലെങ്കിലും കല്യാണം കഴിക്കാൻ പോണില്ല. ഞാൻ ഈ നോവലിലെ കാര്യ പറഞ്ഞേ. എനിക്ക് പക്ഷേ കല്യാണം കഴിച്ച പോലെയാണ് വത്സലെ. ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഒരു വിത്ത് വീണു. ഞാൻ അറിയാതെ തന്നെ അത് മുളച്ചു, വളർന്നു. മേഡത്തിൻ്റെ സബ്സിഡിയായി കിട്ടുന്ന സ്ഥലമോ പണമോ ഒന്നും കണ്ടിട്ടല്ല, വെറുതെ. ഇപ്പോഴത് മൂത്തു പഴുത്ത് വിളവെടുക്കാറായിട്ട് നിൽക്കുക. ആ പഴം പറിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തിന്നാം. വാഴവിത്തിന്റെ കാര്യം എന്തായി? വാഴവിത്ത് ഞാൻ പുഴുങ്ങി തന്നു. സ്നേഹിക്കുന്ന മനസ്സിന്റെ വേദന ഞാൻ ആരോട് പറയാനാ? സ്നേഹിക്കുന്ന മനസ്സിന്റെ വേദനയ്ക്ക് വാഴവിത്തിനൊക്കെ നല്ലത് ചൊറിയൻ ചേമ്പാ. എടീ, നിന്റെ പേരിൽ 8 ഏക്കർ സ്ഥലം ഉണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്നേ ഒഴിവാക്കുമായിരുന്നു. തേണ്ടി പോടാ. അപ്പൊ മണ്ണിന്റെ റിസൾട്ട് വന്ന് അസിഡിറ്റി തീരല്ലോ. ആര് പറഞ്ഞു? നീ രാവിലെയും കൂടെ അസിഡിറ്റിക്കുള്ള മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. എടോ, തന്റെ അസിഡിറ്റി അല്ല, മണ്ണിൽ തീരെ അസിഡിറ്റി ഇല്ല. ഫോസ്ഫറസിന്റെ അളവും കുറവാണ്, നൈട്രേറ്റും കുറവാണ്. ഈ മണ്ണില് വായുവത്ത് തന്നിട്ട് കാര്യമില്ല. അവിടെ വായ കൊലയ്ക്കോ എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നു സാറേ, അത് വർഷങ്ങളായിട്ട് വാഴകൃഷി നടത്തുന്ന മണ്ണാ. എടോ, തന്റെ മണ്ണിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. അപ്പം മണ്ണിര വേണം. ഈ മണ്ണിരയുടെ നീളം വേഗം ഒക്കെ പരിശോധിക്കണം. എന്നാലേ തന്റെ മണ്ണിൽ ഓക്സിജന്റെ അളവ് എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സംഗതി ഇപ്പൊ ഞാൻ പോയിട്ട് ഈ മണ്ണിരയുടെ നീളവും വേഗവും കാലിന്റെ അളവും ഒക്കെ എടുക്കണം. വാഴകൃഷി നടത്തണമെങ്കിൽ ഇതൊക്കെ മാണ്ടി വരും. അപ്പൊ ഞാൻ സാറ് പറയുന്നത് ഞാൻ പോയിട്ട് മണ്ണിനെയും കൂട്ടിക്കൊണ്ട് വരണം. വേറെ അതാണ് സംഗതി. അപ്പൊ സംഗതി അത് തന്നെ. അപ്പൊ വേറൊരു മാർഗവും ഇല്ലേ? വേറെ ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് പട്ടിണി കിടന്ന്. നിർത്താവോ പൊന്നെ? എത്ര വേണ്ടേ? 500. ഒറ്റ കോടിക്കണക്കിന് ഒരെണ്ണം പോലും പട്ടിണി കിടന്നേക്കെ. വാഴവിത്ത് റെഡി. അപ്പൊ ഇനി വിത്ത് കിട്ടുമല്ലോ. പിന്നെ ശീതളിനെ പോയി കണ്ടിട്ട് ഇതാ ഈ പേപ്പർ കൊടുത്താൽ മതി. ശീതളം വിത്ത് എടുത്ത് തരും. വിത്തെടുത്ത് തരും. അപ്പൊ വാഴവിത്ത് കിട്ടും. 200 എണ്ണം. എന്നാ പറ്റിയായിരുന്നു?
സുഖമില്ല. അയ്യോ സുഖമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വലിക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ ഇരുന്നോടെ. മാവിന്റെ മാവിന്റെയോ? മാവിന്റെ അല്ല പ്ലാവിന്റെ. മാവിന്റെ ആണ്. ഇതാണേ സംഗതി. മറ്റേ ആ വാഴ വിത്തിന്റെ 200 ഉണ്ട്. ചുമട്ടുകാർ വേണം കൊണ്ടുപോവാൻ. ചുമട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി 10 പൈസ എൻ്റെ ഇല്ല. എല്ലാം മറ്റേ സംഗതി ആ പാവപ്പെട്ടവരുടെ ഇതിനകത്തിട്ടിട്ട് തീർന്നു കേട്ടോ. അത് ഞാൻ തന്നെ തലച്ചോടെ കൊണ്ടുപോകണം. നോക്കൂലി വേണം, നോക്കൂലി. ലുക്കിംഗ് ചാർജ്. ഇത്രയും കാലം മഴയും വെയിലും കൊണ്ടാണ്ട് നോക്കിയത് ശീതളനാണോ, അതിന്റെ ലുക്കിംഗ് ചാർജ് കൊടുക്കണോ? അത് കൊള്ളാമല്ലോ. ഇപ്പം അതെ, ഒരു കൃഷിയാകുമ്പോഴേ ഒരു കൂട്ടുകൃഷിയൊക്കെ നല്ലതാ. ഇപ്പൊ ചേട്ടന്റെ വീട്ടില് ഒരു മാവോ പ്ലാവോ റബ്ബറോ എന്തെങ്കിലും കൊടിഞ്ഞു വീണാൽ പ്രകൃതിക്ഷോഭത്തിന്റെ പേരില് അതിന്റെ നഷ്ടപരിഹാരം മേടിച്ചെടുക്കാം. പ്രകൃതിക്ഷോഭം ഇനിയിപ്പോ നടന്നിട്ടില്ലല്ലോ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഞാൻ ഈ മറ്റേ ഇത് കൊടുക്കണോ? എന്റെ കാശില്ലാന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെയാണ് അപ്പാപ്പ? എന്തെങ്കിലുമൊക്കെ കൊടുക്കേ. അപ്പാപ്പ നിന്റെ ഉപ്പാപ്പൻ പറഞ്ഞേ എന്റെ കാശില്ല, അതുകൊണ്ടാ. അതിന്റെ കാശായിട്ട് വേണം നിർബന്ധമൊന്നുമില്ല. വല്ല റബ്ബർ ഷീറ്റോ കുരുമുളകോ ഏലോ ജാതിയോ ശീതളിന് അങ്ങനെയൊന്നുമില്ല. എന്റെ കയ്യില് 10ന്റെ പൈസ എടുക്കാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കൊടുത്തിട്ട് പോണം. എന്തെങ്കിലും ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ വിടില്ല. അപ്പൊ എന്റെ എന്തെങ്കിലും കിട്ടാതെ നിങ്ങൾ പോകത്തില്ല? ഉറപ്പാ. എന്നാ പിന്നെ തന്നേക്ക. ആർക്കാ വേണ്ടേ ആദ്യം? ശീതളിന് കൊടുത്തു. സംഗതി അപ്പം ഈ വലിവുള്ള മനുഷ്യന് തന്നെ കൊടുത്തേക്കാം. അല്ലേ? ഇത് പിടിച്ചേ. ഇത് അല്ലെങ്കിൽ അത് വേണ്ട. പിന്നെ ഇവിടെ മനുഷ്യന്മാരാരും കൃഷി എടുക്കത്തുമില്ല. ആരെങ്കിലും കൃഷി എടുക്കാൻ വേണ്ടി വന്ന ഒരു 100 കൂട്ടം സംഗതികൾ.